എന്റെ അമ്മേ, സമ്മർ സ്റ്റാർട്ടായി പോയല്ലോ. വാട്ടർ കൂളിംഗ് നിൽക്കുന്നില്ല, പവർ കട്ടായാൽ കാറ്റ് വരുന്നില്ല. ഇനി ഈ വെയില് കാരണം കണ്ണുവേദന എടുക്കുക. ഈ ഫാൻ ഒന്ന് നേരെ വർക്ക് ആവുന്നില്ല. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഇനിയും ഉണ്ട്. സോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഈ മോസ്റ്റ് യൂസ്ഫുൾ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ പോവാണ്. ഫസ്റ്റ്, ഈ സമ്മറിൽ എത്ര വാട്ടർ കുടിച്ചാലും മതിയാവത്തില്ല. പിന്നെ തണുത്ത വെള്ളം കൊണ്ടുപോയാൽ കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും അത് ചൂടാവും. വെള്ളം ചൂടായിട്ടിരിക്കണമെങ്കിൽ ഫ്ലാസ്ക് ഉണ്ട്. പിന്നെ കൂളായിട്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇങ്ങനത്തെ സമയത്ത് ഈ ഇൻസുലേറ്റഡ് വാട്ടർ ബോട്ടിൽസ് യൂസ് ആവും. ഇത് 3 ലെയർ പ്രൊട്ടക്ഷൻ കൊണ്ട് വരുന്നത് കാരണം പുറത്തുള്ള ടെമ്പറേച്ചർ അകത്തുള്ള വാട്ടറിനെ എഫക്ട് ചെയ്യത്തില്ല. സോ കുറെ നേരം വരെ വാട്ടറിനെ കൂളായിട്ട് വെക്കും. സെക്കൻഡ്, ഈ വെയിലത്ത് ഇറങ്ങിയിട്ട് വീട്ടിൽ വന്ന് ഫാൻ ഓൺ ചെയ്ത് കിടന്ന എത്ര കോടികൾ കൊടുത്താലും ആ ഫീലിംഗ് വരത്തില്ല. പക്ഷെ ഈ ഫാൻ ഒന്ന് ഇതിന്ന് കാറ്റ് വരുന്നോ അതോ കാറ്റത്ത് ഇത് കറങ്ങുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇത് കാരണം വരുന്ന കറണ്ട് ബിൽ നോക്കിയാൽ അതുകൊണ്ട് നല്ല കാറ്റ് വരുന്നേ ആൻഡ് കറണ്ട് ബിൽ സേവ് ചെയ്യുന്ന ഫാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോ ഈ BLDC ഫാനെ കണ്ടു. നോർമൽ ഫാനുമായിട്ട് കമ്പയർ ചെയ്താൽ ഇത് 50% കുറവ് ഇലക്ട്രിസിറ്റിനെ യൂസ് ചെയ്യും. അതിന്റെ കൂടെ ഇതിൽ ബൂസ്റ്റ് മോഡ് ഉള്ളത് കൊണ്ട് നോർമൽ ഫാൻ സ്പീഡിനെക്കാട്ടിലും കൂടുതൽ കാറ്റ് തരും. പിന്നെ ഇതിൽ LED ലൈറ്റ്സ് ഉള്ളത് കൊണ്ട് നൈറ്റ് ടൈം ബെഡ് ലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ആൻഡ് തേർഡ്, കറണ്ട് ഉള്ളപ്പോൾ ഫാനിത്തായിരുന്നു എൻജോയ് ചെയ്യാം. ഒരു പക്ഷെ കറണ്ട് പോയാൽ അതിന്റെ കൂടെ ഈ സമ്മറിൽ കറണ്ട് പോയാൽ പിന്നെ ആരും പറയണ്ട. സോ ഇങ്ങനത്തെ സമയത്ത് ഈ മിനി റീചാർജബിൾ ഫാൻ വളരെ യൂസ് ആവും. ഈ ബട്ടനെ പ്രസ് ചെയ്ത് സ്പീഡിനെ ലോ, മീഡിയം ആൻഡ് ഹൈ ലെവൽസിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ക്ലിപ്പ് ഡിസൈനിങ് കൊണ്ട് വരുന്നത് കാരണം എവിടെ ആയാലും വെച്ച് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് വാളിലും ഫിക്സ് ചെയ്യാം. ആൻഡ് ഇത് 360 ഡിഗ്രീസിലും റൊട്ടേറ്റ് ആവും. സോ നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ അങ്ങനെ തന്നെ കുക്ക് ചെയ്യാൻ നേരം ഇത് വളരെ യൂസ് ആവും. പിന്നെ ഇതിന് ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്താൽ 4 hours ബാറ്ററി ബാക്കപ്പ് തരും. ഫോർത്ത്, ഈ വെയിലത്ത് ഡ്രൈവ് ചെയ്ത് ഓഫീസിൽ പോയി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്ത് ടയർഡായി വീട്ടിൽ വരുമ്പോഴത്തേക്കും ഈ കണ്ണുവേദന തുടങ്ങും. അതിന്റെ കൂടി ഈ തലവേദന കാരണം ഉറക്കം വരത്തില്ല. അതിനു വേണ്ടി ഈ കൂൾ ഐസ് പാക്കിനെ യൂസ് ചെയ്യുക. ഇതിന് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്താൽ ഇത് ഡ്രൈ ആൻഡ് ടയർഡ് ഐസിൽ നിന്ന് നല്ല റിലീഫ് വരും. ഫിഫ്ത്ത്, സമ്മറിൽ ജ്യൂസ് വീഡിയോസ് കണ്ടാൽ മതി, അത് കുടിക്കുന്നവരെ സമാധാനം കിട്ടത്തില്ല. അതിനു വേണ്ടി ഇന്ന് മാംഗോ ജ്യൂസ് ട്രൈ ചെയ്യാൻ പോവാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്, ഐസ് ക്യൂബ്സ് മാത്രം ബാലൻസ്. ഈ നോർമൽ ഐസ് ക്യൂബ്സ് ട്രെയിൻ ഐസ് ക്യൂബ് റിമൂവ് ചെയ്യാൻ, പക്ഷെ ഈ ഐസ് ക്യൂബ് ട്രെയിലാണെങ്കിൽ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് ഓവർഫ്ലോ ആവാതെ വാട്ടറിനെ ഫിൽ ചെയ്യാം. ഇതിന്റെ ബോട്ടം സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ട് വരുന്നത് കാരണം ഇങ്ങനെ ഈസി ആയിട്ട് ഐസ് ക്യൂബ്സിനെ റിമൂവ് ചെയ്യാം. പിന്നെ ഈ ക്ലോസിംഗ് ലിഡ്സ് ഉള്ളത് കൊണ്ട് ഒന്നിന്റെ മേളിൽ ഒന്ന് പ്ലേസ് ചെയ്യാം. സിക്സ്ത്, ഈവനിങ് ആകുമ്പോഴത്തേക്ക് കാറ്റിന് വേണ്ടി ഡോർസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ചെയ്താൽ മതി. ഈ കൊതുകിന്റെ ശല്യം തുടങ്ങും. പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ടോർച്ചർ ചെയ്യും. അതിനു വേണ്ടി ഈ മസ്കിറ്റോ നെറ്റ്സിനെ മേടിച്ചു. ഈ വെൽക്രോ സ്ട്രാപ്സ് യൂസ് ചെയ്ത് നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോസിൽ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. പിന്നെ ഇത് മാഗ്നറ്റിക് ഓപ്പണിംഗ് കൊണ്ട് വരുന്നത് കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആവും. ഇനി ഇത് സിപ്പ് ടൈപ്പിലും അവൈലബിൾ ആണ്. ആൻഡ് ഇതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാം. നെക്സ്റ്റ്, ഒരുപക്ഷെ നമ്മുടെ മസ്കിറ്റോ നെറ്റ് ഇങ്ങനെ ഡാമേജ് ആയാൽ ഈ റിപ്പയർ ടേപ്പ് വളരെ യൂസ് ആവും. ഇതിന്റെ സ്റ്റിക്കറിനെ റിമൂവ് ചെയ്ത് ഡാമേജ് ആയിട്ടുള്ള പ്ലേസിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പേസ്റ്റ് ചെയ്യണം. ഇനി വീട്ടിൽ കൊതുകെ വരത്തില്ല. 8th, പുറത്ത് മാത്രമേ ഡസ്റ്റ് ഉള്ളാന്നാ വിചാരിച്ച്. പക്ഷെ കാറ്റിന് വേണ്ടി വിൻഡോസ് ആൻഡ് ഡോർസ് ഓപ്പൺ ചെയ്തപ്പോ ആ ഡസ്റ്റ് വീട്ടിലും കയറും. പിന്നെ AC ഓൺ ചെയ്താൽ അതിനും പൊല്യൂട്ടഡ് എയർ തന്നെയാ വരുന്നത്. സോ ആ എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഈ AC എയർ പ്യൂരിഫയർ എടുത്തു. ഇതിനെ ACയുടെ മേളിൽ പ്ലേസ് ചെയ്താൽ ഇതിലുള്ള HEPA ഫിൽട്ടർ ഡസ്റ്റ്, ബാക്ടീരിയ ആൻഡ് ഹാംഫുൾ എയർ പാർട്ടിക്കിൾസിനെ പ്യൂരിഫൈ ചെയ്ത് ക്ലീൻ എയറിന് തരും. ആൻഡ് ലാസ്റ്റ്, സമ്മറിൽ ഈ നോർമൽ പില്ലോസിൽ എയർ ഫ്ലോ ഇല്ലാത്ത കാരണം ഒത്തിരി സ്വെറ്റ് വരും. ആൻഡ് ഇങ്ങനെ കിടന്നാൽ നെക്ക് പെയിനും വരാറുണ്ട്. അങ്ങനെ തന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഉറപ്പായിട്ട് നെക്ക് ബാൻഡ് യൂസ് ചെയ്യേണ്ടി വരും. സോ നല്ല കംഫർട്ട് ആൻഡ് എയർ ഫ്ലോ ഉള്ള ഈ യുണീക്ക് പില്ലോനെ മേടിച്ചു. ഇതിലുള്ള ഈ കൂളിംഗ് ക്രിസ്റ്റൽസ് പില്ലോനെ എപ്പോഴും കൂളായിട്ട് വെക്കും. ഇത് നല്ല എയർ ഫ്ലോ കൊടുത്ത് സ്വെറ്റ് ഇല്ലാതെ നെക്കിന് കറക്റ്റ് പോസ്റ്റിനും തരും.
കണ്ടല്ലോ, ഈ സമ്മർ പ്രോബ്ലംസിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സ്, ഇതിന്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കിച്ചണിൽ യൂസ്ഫുൾ ആവുന്ന 10 ബെസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് കാറിൽ യൂസ്ഫുൾ ആവുന്ന 10 ബെസ്റ്റ് പ്രോഡക്ട്സിന്റെ വീഡിയോസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്.